എളുപ്പത്തിലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പുണ്ട്, ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പം ഞാൻ ചോറ് കഴിക്കത്തില്ല, കുറച്ച് നാളായിട്ട് ചോറ് നിർത്തി വെച്ചിരിക്കും. അപ്പോൾ ഒരു ഇച്ചിരി വെജിറ്റബിളൊക്കെ ചേർത്തൊരു സാൻഡ്വിച്ച്. ഒരു ക്യാരറ്റ് അല്പം നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു കഷ്ണം കേട്ടോ. കുറച്ച് ക്യാബേജ്, ഇനി ഒരു ചെറിയ സവാള. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്യാരറ്റോ ക്യാപ്സിക്കമോ ഒക്കെ ഇതിൻ്റെ ഇടാൻ കേട്ടോ. എൻ്റെ കയ്യിൽ എത്ര ഉണ്ടോ ആ സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ ഉള്ളി കുറച്ചതാണ്. ഒരു മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഇട്ടു, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. മല്ലിയില ഇപ്പം ഇവിടെ ബാൽക്കണിയിൽ നിൽപ്പുണ്ട്, പക്ഷേ ഇനി പറിച്ചുകൊണ്ട് വന്ന് കഴുകി എടുക്കാനൊക്കെ സമയമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചല്ലേ, അപ്പം ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഇനി ഇത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, അല്പം കുരുമുളക് പൊടി, പിന്നെ തരിതരപ്പായിട്ട് പൊടിച്ച വറ്റൽമുളകിൻ്റെ പൊടിയില്ലേ, അതും കൂടെ. ഞാനിത് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഈ ഒരു പൊടിയും നമ്മുടെ കുരുമുളകും കൂടെ മതി. ഇനി ഇത് നല്ലതുപോലെ ഇളക്കണം, കൈ ഉപയോഗിച്ച് ഇളക്കണ്ട. ഇതിലേക്ക് 2 മുട്ടയുടെ നമുക്ക് ചേർത്തിട്ട് ഇളക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്കിത് ഇതിലേക്ക് കൊടുക്കാം. തന്ത്രപരമായിട്ട് ഇത് എടുക്കണമെങ്കിലേ സ്റ്റീലിൻ്റെ തന്നെ വേണം, അല്ലാതെ തടി കൊണ്ട് തന്നെ പറ്റത്തില്ല. അപ്പം ഞാൻ രണ്ടും കൂടെ ഉപയോഗിച്ച് എടുക്കുന്ന കേട്ടോ. നമ്മളിത് തിരിച്ചിട്ടു. ഇനി ഒരു മിനിറ്റും കൂടെ ഒന്ന് വെന്താൽ മതി കേട്ടോ. ഞാനിത് ഓഫാക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും മുറിഞ്ഞു പോയിട്ടില്ല. ഞാൻ ഷേപ്പൊന്നും ആക്കാൻ നിന്നില്ല. വേണ്ടേ, ഞാനിതൊരു 4 പീസാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇച്ചിരി കട്ടിക്കാണ് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. 2 പീസായിട്ട് തന്നെ ആയിരിക്കും ഒരു സാൻഡ്വിച്ചിൽ വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് ബൺ ഉണ്ടെങ്കിൽ അതിലും വെക്കാം. പക്ഷേ എൻ്റെ സാൻഡ്വിച്ച് ബൺ ഉണ്ട്, പക്ഷേ ഇത് ഞാനിപ്പം സാധാ ബ്രെഡിലാണ് വെക്കുന്നത് കേട്ടോ. ഇത് സ്പ്രെഡ് ചീസാണ് ഞാനൊന്ന് പുരട്ടി കൊടുക്കുന്നത്. സത്യത്തിൽ ഇത്രയും പോലും ഞാൻ ഉപയോഗിക്കത്തില്ല. അപ്പം നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന കുറച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ചീസൊക്കെ വളരെ കുറച്ച് അളവിലേ തേക്കാറുള്ളൂ. അപ്പം നിങ്ങൾ ഇതിൽ പുരട്ടുമ്പോൾ നല്ലതായിട്ട് പുരട്ടിക്കുക കേട്ടോ. അപ്പം ഞാനിതിൽ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നും ഉപയോഗിക്കത്തില്ല. ഇത്രയൊക്കെ മതി കേട്ടോ, കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ ബട്ടറൊക്കെ ചേർത്തിട്ട് ഒന്ന് പാനൊന്ന് മയപ്പെടുത്തിയിട്ട് ടോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ടേസ്റ്റ് കൂടും. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ശരിക്കും നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഫില്ലിങ്ങാണ്.
നല്ല ടേസ്റ്റുമാണ്, ഒപ്പം നല്ല ഹെൽത്തിയുമാണ്. അപ്പം ഞാനിവിടെ ഓഫാക്കുവാണ്. ഇനി ഞാൻ മറ്റേ സാൻഡ്വിച്ചും അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് വേണേൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എളുപ്പത്തിലുള്ള ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.